നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല തലശ്ശേരി അതിരൂപതയിലെ അങ്ങാടിക്കടവിനോട് ചേർന്ന് കിടക്കുന്ന ആനപ്പന്തി കരുണാമയൻ ഈശോയുടെ ദേവാലയത്തിലാണ്. ആ ദേവാലയ പരിസരത്ത് എന്നായിരിക്കുമ്പോൾ ഇവിടെ ഒരു വലിയ സംരംഭം ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ദൈവവചനം അത് സ്വന്തം കൈപ്പടയിൽ എഴുതി പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ ഒരുക്കമായി അമ്മമാരെ ഒരുമിച്ച് ഇരുന്ന് തയ്യാറാക്കുന്ന ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് ഈ കരുണാമയൻ ഈശോയുടെ ദേവാലയ മുറ്റത്ത് ഇപ്പോൾ ഗുഡ്നസ് TV എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഇടവകയുടെ വികാരിയായ ബിച്ചു അച്ഛൻ നമ്മളോട് ചേരുകയാണ്. നമുക്ക് അച്ഛനോട് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അച്ഛാ, ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നസ് TVയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഈ ഇടവകയുടെ വികാരിയാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു സംരംഭം ഇവിടെ നടക്കുകയാണ്. അച്ഛാ, അതിനെക്കുറിച്ച് അച്ഛൻ ഒന്ന് പറയാമോ? വചനത്തെ ഉപാസിക്കുവാനും വചനം പഠിക്കുവാനൊക്കെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഗുഡ്നസ് ന്യൂസ് TV നൽകുന്ന പ്രോത്സാഹനം ആദ്യം നന്ദി പറയുകയാണ്. നമുക്കറിയാം, വചനം നമ്മൾ വായിക്കുക, പഠിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ നമ്മൾ പഠിക്കാനുള്ള സമയമൊന്നും അധികം നമ്മൾ കണ്ടെത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരിലേക്ക് വചനം പഠിക്കണമെങ്കിൽ നമ്മളിങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. പ്രത്യേകിച്ച് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിന് അല്ലെങ്കിൽ നോമ്പ് 8 നോമ്പ് തുടങ്ങുകയാണിന്ന്. 8 നോമ്പ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ഇത് പൂർത്തിയാക്കി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ അനുഗ്രഹത്താൽ ഇത് സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ 27 അമ്മമാർ പുതിയ നിയമമാണ് ഇപ്പോൾ എഴുതുന്നത്. ഓരോരുത്തർക്കും ഓരോ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു, ഓരോ സുവിശേഷങ്ങൾ, ലേഖനങ്ങളെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് അവർ വളരെ തീഷ്ണതയോടെ എഴുതുകയാണ്. അതിനുശേഷം ഡിസംബർ 8 തീയതി ആകുമ്പോഴത്തേക്കും പഴയ നിയമ ഭാഗങ്ങൾ ഇതുപോലെ എഴുതി സമ്പൂർണ്ണ ബൈബിൾ നമ്മുടെ ഇടവകയിലെ അമ്മമാർ കൈകൊണ്ടെഴുതി അത് ഇടവകയിൽ സമർപ്പിക്കാനാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, വചനം നമ്മൾ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്, അല്ലെ അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കണമെങ്കിൽ വചനം പഠിക്കണം, വായിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറയുക, വചനത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണെന്ന് പറയുക. അത് എത്രയോ അർത്ഥവത്തായ ഒരു ദീപകമാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ അറിയാനുള്ള സാഹചര്യം നമുക്ക് വചനത്തിലൂടെയാണ്. അപ്പം വചനം വായിക്കുന്നില്ല എങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് ഇവർ അമ്മമാർ ഈ കൈകൊണ്ട് എഴുതാനുള്ള അല്ലെങ്കിൽ വചനം എഴുതി സുവിശേഷവും അതുപോലെ ലേഖനങ്ങളും എഴുതുന്നതിൻ്റെ കാരണം വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞ വചനങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അദ്ദേഹം പറയുന്നു, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എഴുതുന്നവൻ ഇരട്ടി മനസ്സിലാക്കുകകൂടെ ചെയ്യലേ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ ഇത് എഴുതുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർ കൂടുതൽ വചനം മനസ്സിലാക്കാനും ബൈബിളിനെ അറിയാനും അതുവഴിയായിട്ട് ക്രിസ്തുവിനെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു സംരംഭം ഞങ്ങൾ അല്ലെങ്കിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും പക്ഷേ ഇതൊരു വലിയ സംരംഭം തന്നെയാണ്. ഇതെല്ലാ ഇടവകളിലും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അപ്പോൾ അതോട് ഒരു സംശയം ചോദിക്കുകയാണ്, ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അമ്മമാർ അവർക്ക് പ്രത്യേകമായിട്ട് ഒരുക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ക്രമീകരിക്കുന്നത്? തീർച്ചയായിട്ടും അമ്മമാർ ഒരുങ്ങി വന്നിരിക്കുന്നവരാണ്. കാരണം പ്രത്യേകിച്ച് അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. ഈ ദിവസങ്ങളെല്ലാം ഞാൻ പറയുകയുണ്ടായി. നേരത്തെ തന്നെ അവരോട് പറഞ്ഞു, വചനം എഴുതുക എന്ന് പറയാൻ സാധാരണ നമ്മളൊരു കത്തെഴുതുന്ന പോലെ എഴുതേണ്ടതല്ല. വചനം എഴുതുക എന്ന് പറഞ്ഞാൽ ഇത് ആദിമ സഭയിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളും ലേഖനങ്ങളും അപ്പസ്തോലിക ഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെട്ടപ്പോൾ അത് അവർ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ്. അതുകൊണ്ടാണ് പറയുക, ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ് പരിശുദ്ധാത്മ പ്രചോദിതരായിട്ട്. അപ്പോൾ ആ പ്രചോദനം ലഭിക്കുക ആ കാലഘട്ടത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ നിവേശിച്ച പോലെ നമ്മളും പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ഈ വചനങ്ങൾ എഴുതാനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അമ്മമാർ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് അവർ ഇന്ന് നമ്മുടെ ഇടയിലെ മാതൃവേദിയിലെ അംഗങ്ങൾ 27 പേര് തിരുവചനം എഴുതാനായിട്ട് വന്നിരിക്കുന്നത്.
ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് ആനപ്പന്തി ഇടവക തിരുവചനം ഇന്ന് നമ്മുടെ മനസ്സിൽ ഉള്ള വചനങ്ങൾ നമ്മളിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒരു പുസ്തകത്താളിലേക്ക് പകർത്തുകയാണ്. പണ്ടുകാലത്ത് ദൈവത്തിൻ്റെ മനുഷ്യരെ പരിശുദ്ധ പ്രചോദിതരായി എഴുതിയ വചനഭാഗങ്ങളാണ് തിരുവചനങ്ങൾ. അതിന്ന് നമ്മൾ നമ്മുടെ സ്വന്തം കൈപ്പടയിൽ കൈയക്ഷരത്തിൽ തിരുവചനം നമ്മൾ പുസ്തകങ്ങളിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പോൾ അതൊരു തപസ്യയാണ്, പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആനപ്പന്തി ഇടവകയിലെ അമ്മമാർ 27 പേര് ഒന്നിച്ചു ചേർന്ന് ബൈബിളിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങൾ പകർത്തി എഴുതുകയാണ്. അതിനുശേഷം പിന്നീട് പഴയ നിയമ പുസ്തകങ്ങളും ഇതുപോലെ പകർത്തി എഴുതാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് 8 നോമ്പിൻ്റെ ഈ ആരംഭ ദിവസം ഇടവകയിലെ അമ്മമാർ ഒന്നിച്ചു ചേർന്ന് ഈ സുവിശേഷ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ലേഖനങ്ങളും വെളിപാടിൻ്റെ പുസ്തകമെല്ലാം എഴുതി നമ്മൾ കൈപ്പടയിൽ എഴുതി സ്വന്തമായിട്ട് എഴുതുന്നത്. ഇതിൽ പ്രിയപ്പെട്ട അമ്മമാരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് വചനത്തെ ഉപാസിക്കുവാനും വചനത്തെ സ്വീകരിക്കുവാനും ധ്യാനിക്കുവാനും നിങ്ങൾക്ക് കഴിയട്ടെ. ഈ ആനപ്പന്തി ഇടവകയിലെ ആരാധന മഠത്തിലെ മദർ സിസ്റ്റർ ബെറ്റ്സിയാണ് ഇപ്പോൾ നമ്മളോട് ചേർന്നത്. മദറെ, ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നതിൽ. അപ്പോൾ മദറിന് എന്ത് തോന്നുന്നു? എന്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് മദറിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയാമോ? ദൈവവചനം ജീവദായകമാണല്ലോ. അപ്പോൾ ഈ ജീവദായകമായ വചനം നമ്മൾ കൈകൊണ്ടെഴുതുമ്പോൾ വലിയൊരു അനുഗ്രഹം കൂടുതൽ കിട്ടുകയാണ്. ഈ കാലഘട്ടത്തിൽ ധാരാളം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്നവരും അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനം പല ആവർത്തി 1000 തവണ 3000 തവണയൊക്കെ എഴുതി ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞാനിങ്ങനെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ദൈവവചനം എഴുതിയിട്ടുണ്ട്, പല പ്രാവശ്യം എഴുതി നിയോഗങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇവരിങ്ങനെ എഴുതാനായിട്ടൊരു തീരുമാനമെടുത്തപ്പോൾ എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്തയാണ് വന്ന്, ദൈവവചനം എഴുതുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. ഈ 27 വ്യക്തികൾ, അതിലുപരി 27 കുടുംബങ്ങൾ, ഈ ഇടവക, ഈ സമൂഹം മുഴുവനും ഒരു അനുഗ്രഹം നേടുന്ന ഒരു അവസരമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ ഇടവകയിലെ, ആനപ്പന്തി ഇടവകയിലെ ഇത്രയും അമ്മമാർ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവസരം അവരുടെ മുന്നിൽ വന്നപ്പോൾ സന്തോഷത്തോടെ അതിന് തയ്യാറായി വന്നതിൽ. ഇന്ന് 2024 സെപ്റ്റംബർ 1-ാം തീയതി പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഒരുക്കത്തിന് വേണ്ടി, അമ്മയുടെ ജനനത്തിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുന്ന ഈ അവസരത്തിൽ, ഈ സുന്ദര ദിവസത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആദരണീയമായ ഈ കർമ്മം ചെയ്യുവാൻ ഈ അമ്മമാർ കാണിച്ച വലിയ ഔദാര്യത്തെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നമ്മൾ നമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ അല്ലെങ്കിൽ അമ്മമാരെ, ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് വിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്ന വിധവയുടെ കാണിക്കയാണ്. അതായത് അവൾക്കുള്ളതെല്ലാം തമ്പുരാന് കൊടുത്തു. അതുപോലെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ആരോഗ്യവും എല്ലാം ഈ വലിയ കർമ്മത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ദൈവം തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും, നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതൃവേദിയുടെ പ്രസിഡൻ്റാണ് ഇപ്പോൾ നമ്മളോട് ചേരുന്നത്. എൻ്റെ പേര് ഷിജി എന്നാണ്, കാഞ്ഞമല വീട്ടുപേര്. പിന്നെ ഇത് കുറച്ച് നാളായി ഞങ്ങളിത് ആഗ്രഹിക്കുന്നു. പലരും പല സ്ഥലത്തും എഴുതുന്ന കാണുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾക്ക് മറ്റുള്ളവർ എഴുതുന്ന കാണുമ്പോൾ ഇത് ഞങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. കാരണം ഇപ്പോഴത്തെ അമ്മമാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരിവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പം നമ്മൾ എഴുത്തുകളില്ലാതെയായിട്ട് കുറേ കാലമായി. അപ്പോൾ ഇത് പകർത്തി എഴുതുക, കൈകൊണ്ട് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എഴുതിക്കൂടെ എന്ന്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ ഞങ്ങളുടെ ആനിമേറ്ററും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അച്ഛൻ പറഞ്ഞു നിങ്ങളിത് എഴുതണം. ആദ്യം ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ നീണ്ടുപോയി, 3 മാസം മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചതാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഇന്നായിരിക്കും ഞങ്ങൾക്ക് തുടക്കം ഇട്ടത്. അങ്ങനെ ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചപ്പം 27 അമ്മമാർ മുന്നോട്ട് വന്നു. ഞങ്ങൾ ഒരുങ്ങി, ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഡിസംബർ 8 ഞങ്ങളുടെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളാണ്. അപ്പോൾ അന്ന് ഞങ്ങളിത് എഴുതി സമർപ്പിക്കാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അവസരം ഒരുക്കി തന്ന അച്ഛനും പിന്നെ ദൈവത്തിനും ഞങ്ങളുടെ ആനിമേറ്റർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദി.
പക്ഷേ ഇതിലൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു തന്ന എൻ്റെ ഒരു അനുഭവമാണ്. ഒരു ദിവസം ഞാൻ വീട്ടിൽ പുറത്ത് പോയിട്ട് വരുമ്പം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, മമ്മി എഴുതുമല്ലേ, അപ്പം ഇത് കണ്ടോന്ന് പറഞ്ഞൊരു ബുക്കിൻ്റെ പേജിൽ ഒരു മത്തായിയുടെ സുവിശേഷം എഴുതി എന്നെ കാണിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് കുഞ്ഞുങ്ങൾക്കും ഒരു പ്രയോജനമായിരിക്കും. കാരണം ഇന്നത്തെ പിള്ളേർ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫോണിലാണ് അധിക സമയം കുത്തിയിരിക്കുന്നത്, എൻ്റെ മക്കളടക്കം. അപ്പം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടും ഇത് എഴുതിക്കാൻ സാധിക്കും. ഞങ്ങൾ അമ്മമാരെഴുതുന്ന കാണുമ്പം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ സംഭവമാണ് ഇപ്പോൾ സഹോദരി നമ്മളോട് പങ്കുവച്ചത്. നമ്മൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളുടെ മക്കൾ അത് അനുവർത്തിക്കും. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ മാതൃകയില്ലാത്തത് കൊണ്ടും നമ്മളുടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവുമല്ലേ അതിൻ്റെ കാരണം. തീർച്ചയായിട്ടും സഹോദരി പറഞ്ഞ് വളരെ വലിയൊരു കാര്യമാണ്. കാരണം തൻ്റെ മകൾക്ക് ഇതൊരു പ്രചോദനം. തീർച്ചയായിട്ടും ഈ 27 കുടുംബങ്ങളിലും ഈ ഒരു വിശ്വാസ കൈമാറ്റത്തിൻ്റെ വലിയൊരു അനുഭവം ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഈ വചനം, പരിശുദ്ധ അമ്മയിലാണല്ലോ വചനം മാംസം ധരിച്ചു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുസ്തകമായിട്ട് വലിയ അനുഗ്രഹമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഈ ഇടവകയുടെ കോർഡിനേറ്റർ ഷാജു ഇടശ്ശേരിയാണ്. ഞങ്ങൾക്ക് ഇത് വളരെ അഭിമാനമാണ്. മാതൃവേദിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇടവക രൂപത തന്നെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ഈ ഇടവകയിൽ മരിയ മാതൃവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവർ ചെയ്യുന്ന ഒരു മഹാപ്രവൃത്തി അവരുടെ താളുകളിൽ പേജുകളിൽ എഴുതപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നല്ല സുഖമുള്ള മുറിവുകളായിട്ട് അക്ഷരങ്ങളായിട്ട് പതിക്കുകയാണ് ചെയ്യുക. ഇത് ഇവരുടെ കുടുംബങ്ങളിലും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇടവകയിലും രൂപതയിലും എല്ലായിടത്തേക്കും ഇത് വ്യാപിക്കുവാനും അതുപോലെ തന്നെ മാതൃകയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവർക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയോടെ നേരുന്നു. ഇത് എഴുതുവാൻ വേണ്ടിയുള്ള ആ ഒരു തീരുമാനം എടുത്തപ്പോൾ ആ അനുഭവത്തിലുണ്ടായ സംഭവവുമായി പങ്കുവയ്ക്കുകയാണ് ശ്രീമതി ഡോണമ്മ. ഇങ്ങനെയൊരു സംരംഭം ഇവിടെ അനൗൺസ് ചെയ്തു. ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള തീരുമാനമെടുത്തപ്പോൾ ഇതിൽ പങ്കാളിയാകുവാൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എന്താണ് തോന്നിയത് ഒന്ന് പറയാമോ? അപ്പോഴാദ്യമായിട്ട് എനിക്ക് തോന്നിയത് വചനം നിൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണെന്ന സങ്കീർത്തകൻ്റെ ഒരു വചനമുണ്ട്. ആ വചനം നമ്മുടെ പാദങ്ങൾക്ക് എന്നും വിളക്കാകുവാൻ നമ്മൾ വായനയിലൂടെയാണ് കൂടുതൽ വചനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ കൈകൊണ്ട് എഴുതുമ്പോൾ അന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഒരുപാട് ആത്മീയ മനുഷ്യർ എഴുതിയ വചനത്തെ എഴുതുവാൻ നമ്മളെ നിസ്സാരരായ നമുക്കൊരു അവസരം കിട്ടുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഞങ്ങൾ അമ്മമാർ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു നിയോഗം വെച്ച് എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി വചനം ചെന്ന് എത്തിയിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും ഉണ്ടെന്ന് നമുക്കറിയാം. എനിക്കതിന് അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വചനം പ്രസരിച്ച് പടർന്നു കയറട്ടെ എന്നുള്ള പ്രാർത്ഥനയിലും നിയോഗത്തിലുമാണ് ഞാൻ ഇത് എഴുതണമെന്ന് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എനിക്കൊരവസരം തന്ന ഞങ്ങളുടെ വികാരിയച്ഛനും മാതൃവേദിയിലെ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് മുദേശിനും ഞാൻ നന്ദിയോടെ പറയുകയാണ്. വെറും വീട്ടമ്മയായിരിക്കുന്ന ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ഉദ്യമം വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്ര സഹോദരിമാർ ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടി ഇത് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും കൂടെ ആണ് ഇത് തരുന്നത്. ഈ കൂട്ടായ്മയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോടെ ഉണ്ട്. ഈ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ കൂടെ ഈ ഒരു ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആ സഹോദരി ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലിസി തോമസ് വെല്ലുതൊട്ടിയിൽ. ഞാൻ ഈ ആനപ്പന്തി വാർഡിൻ്റെ പള്ളി ഇരിക്കുന്ന വാർഡടക്കമുള്ള ഇവിടുത്തെ വാർഡ് മെമ്പറാണ്. നമ്മൾ അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഒരിക്കൽ ഇവിടെ കൂടിയപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റും ആനിമേറ്ററെല്ലാം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ആദ്യം കുറച്ച് നീണ്ടുപോയി എങ്കിലും വീണ്ടും ഈ ഉദ്യമം വീണ്ടും പൊങ്ങി വന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ബൈബിൾ എഴുതുന്നതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്കിന്ന് വരാൻ വളരെ അസൗകര്യമുണ്ടായിരുന്നു. എങ്കിലും ബൈബിൾ എഴുതണമെന്ന അമിത ആഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ രാവിലത്തെ കുർബാനയ്ക്ക് വരികയും ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതെങ്കിലും ഒരു അധ്യായം ബൈബിൾ എഴുതുമ്പോൾ അത് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾ DPP പഠിക്കുന്നുണ്ട്, മനസ്സിൽ തറവാവുകയാണ്. നമുക്ക് എല്ലാ കാലത്തും നമ്മുടെ അവസാനം വരെ അത് നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വചനം എഴുതുന്നതിലൂടെ അത് ഹൃദയത്തിൽ പതിക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വളരെ തിരക്കുകൾക്കിടയിലും ഈ സംരംഭത്തിൽ പങ്കുചേർന്നതിൽ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ നമ്മളോട് ചേർന്നത് മിനി കാട്ടൂർ എന്ന് പറയുന്ന സഹോദരിയാണ്. സഹോദരി, ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയപ്പം എന്താണ് മനസ്സിൽ തോന്നിയ ചിന്തകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? എനിക്ക് നേരത്തെ ഇങ്ങനെ ബൈബിൾ എഴുതണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ
ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ഭാഗമാണ്. ഒരു 2 വർഷം മുമ്പ് ലൂക്കായുടെ സുവിശേഷത്തിലെ മറിയത്തിൻ്റെ സ്തോത്രഗീതം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം കിട്ടി. അവിടുന്ന് എനിക്ക് മേഖലയിൽ നിന്ന് രൂപതയിൽ നിന്ന് സെലക്ഷൻ കിട്ടി. ഗ്ലോബലിൽ ഈ സന്ദേശം പറഞ്ഞതിന് ഒരു നല്ലതായിട്ടുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അപ്പം വചനം എഴുതുന്നതിനോട് എനിക്ക് അന്ന് തുടങ്ങി താല്പര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഇന്നിപ്പോൾ ഇങ്ങനെ ഈ ബൈബിൾ ഭാഗം വീതിച്ചു കൊടുത്തപ്പോൾ ലൂക്കായുടെ സുവിശേഷം തന്നെ കിട്ടണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതെനിക്ക് കിട്ടുകയും ചെയ്തു. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എഴുതി തുടങ്ങി, പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ പകലൊക്കെ ഒത്തിരി ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയമായിരുന്നു. നമ്മൾ ഈ വിദ്യാഭ്യാസ കാലത്ത് എഴുത്ത് നിർത്തിയതിന് ശേഷം ഇപ്പോൾ ഫോണും സൗകര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ലെറ്ററോ അങ്ങനെയൊന്നുമുള്ള എഴുതാനുള്ള അവസരങ്ങളില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ വചനം എഴുത്തും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനും എന്തുകൊണ്ടും നമുക്കൊരു കഴിഞ്ഞ കാലത്തിലേക്ക് തിരിഞ്ഞു പോയി നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഞാൻ എഴുതാനിരുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കം വരാറില്ല. അപ്പം 12 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ കുറേ എഴുതിയായിരുന്നു. അത് കംപ്ലീറ്റ് ആയില്ല. ഇപ്പോൾ ഇങ്ങനെ എല്ലാവരോടും ഒന്നിച്ച് ഒരേ മാർജിനൊക്കെ വെച്ച് എഴുതാനുള്ളൊരു അവസരം കിട്ടിയത് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സഹോദരി ഇത് നേരത്തെ ആഗ്രഹിച്ചതാണ് അല്ലേ? ഇങ്ങനെ വചനം എഴുതിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇങ്ങനെ സമരം തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തുടങ്ങിയപ്പം അത് പകുതി ഇടയ്ക്കൊക്കെ വിട്ടുപോയി. പക്ഷെ കൂട്ടായ ഈ ഒരു യജ്ഞത്തിൽ പങ്കുചേരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആഗ്രഹിച്ച വചനഭാഗം തന്നെ കിട്ടി. അത് ദൈവനിയോഗമാണ് അല്ലേ? ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ്. തീർച്ചയായിട്ടും സഹോദരിയുടെ മനസ്സിൽ ഉണ്ടായ ചിന്ത. സ്നേഹമുള്ളവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇങ്ങനെയൊരു പ്രചോദനമുണ്ട്. ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും, ഒന്ന് വചനം എഴുതിയാലോ. പക്ഷെ അത് തന്നെ പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നാണ് സഹോദരിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനെ വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയങ്ങൾ, വചനം എഴുതുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ ആനപ്പന്തി ഇടവക ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ബിജുവച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ വചനവുമായി ബന്ധപ്പെട്ട് അച്ഛന് കൊച്ചുനാളിലോ പഠിക്കുന്ന കാലഘട്ടത്തിലോ എപ്പോഴെങ്കിലും അങ്ങനെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മകൾ പങ്കുവെക്കാനുണ്ടോ? ഒന്ന് പങ്കുവെക്കാവോ? തീർച്ചയായിട്ടും നല്ല ഓർമ്മകളുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം 6ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. 86 കാലഘട്ടമാണ് ഞാൻ വിചാരിക്കും, 86. അപ്പം ഞങ്ങളുടെ ആശാൻകവലയാണ് എൻ്റെ ഇടവകയായിരുന്നത്, വിജയപുരം വെള്ളാടൊക്കെ അടുത്ത് കരുവഞ്ചാൽ. അപ്പോൾ അവിടുത്തെ വികാരിച്ചൻ അന്ന് തന്നെ ആലുവല്യച്ഛൻ, അദ്ദേഹം ഞങ്ങൾ അൾത്താർ ബാലന്മാർക്ക് ഇപ്രകാരം വചനം പഠിക്കാനൊരു അവസരം തന്നു. ഇപ്രകാരമായിരുന്നു, നമ്മൾ ഇഷ്ടപ്പെട്ട വചനം നമ്മൾ ബൈബിളിൽ നിന്ന് എഴുതി നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എഴുതി വെച്ച് അതിൻ്റെ റെഫറൻസോടെ എഴുതണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്നിട്ട് ഒരു അച്ഛനൊരു പരീക്ഷ നടത്തി. ഞങ്ങളന്ന് 91 വചനം ഞാൻ അന്ന് എഴുതി, റെഫറൻസ് അടക്കം. അപ്പോൾ അത് എനിക്ക് അതിൽ സമ്മാനം കിട്ടുകയും ചെയ്തു. മാത്രമല്ല എന്നെ അന്ന് അച്ഛന് മലയാറ്റൂർ വരെ ഫ്രീ ആയിട്ട് വണ്ടിക്കൂലി ഒരു ചിലവ് മുടക്കാതെ ഞങ്ങൾ അൾത്താർ വാൽമാരിൽ എന്നെ കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ ഇതിന് സമ്മാനം കിട്ടിയതുകൊണ്ടാണ്. വചനം 91 വചനം എഴുതി അതിൻ്റെ റെഫറൻസ് അടക്കം എഴുതി, കാണാതെ പഠിച്ച് എഴുതിയതിന്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അത് കിടപ്പണം. ഞാൻ ഏതെല്ലാം പള്ളിയിൽ പോയാലും അതെല്ലാം കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇവിടെ വന്നപ്പോൾ മാതൃവേദിയിൽ അങ്ങൾ വളരെ മനോഹരമായിട്ട്, ഞാൻ ഇവിടെ ഈ ഇടവയിൽ തന്നെ ഒരു ഫിലോ ചേച്ചി എന്ന് പറഞ്ഞാൽ ഫിലോനി ചേച്ചി 341 വചനങ്ങൾ പരീക്ഷ നമ്മുടെ അതിരൂപത തലത്തിൽ നടത്തിയ മത്സരത്തിൽ അത്രയും എഴുതി നന്നായിട്ട് ചെയ്തു. 41 വചനങ്ങൾ ബൈ ഹാർട്ട് എഴുതി. അപ്പോൾ അത്രയും 1, 2, 3, 2 മണിക്കൂറും കണ്ടുകൊണ്ട് സമയം കൊണ്ട് അപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ നല്ല ഒരു താല്പര്യമുള്ള ആളുകളുണ്ടെന്ന് വെച്ചാൽ അമ്മമാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മമാർക്ക് ഇത് മത്സരം കൊടുത്തില്ല. പക്ഷേ അമ്മമാർക്ക് ഇപ്രകാരം വചനം മുഴുവനായിട്ട് ബൈബിൾ മുഴുവനായിട്ട് എഴുതിയിട്ട് അവരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നെ പ്രചോദിപ്പിച്ച് ഇപ്രകാരമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ വചനം വായിക്കാനൊക്കെ ആയിട്ടുള്ള പ്രചോദനം നൽകി. അപ്പോൾ ഞാനിങ്ങനെ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കുന്ന അങ്ങനെ ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദ്യം വചനമാണ്, വചനം ദൈവത്തോടു കൂടെ, ദൈവമായത് വചനം. അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. 1:1. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യം, സ്ത്രീകളിൽ ജനിച്ച സ്ഥാപന യോഹന്നാനങ്ങൾ വലിയവനായ ആരുമില്ല. അപ്പോൾ പഠിക്കാൻ എളുപ്പമുണ്ട് അങ്ങനെയുള്ള വചനങ്ങൾ. പിന്നെ മത്തായിയുടെ 7-ാം അധ്യായം 7-ാം വാക്യം, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിച്ച് നിങ്ങൾ കണ്ടെത്തും, മുട്ടും നിങ്ങൾ തുറന്നു കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് റെഫറൻസ് പഠിക്കാൻ അധികം വേണ്ട, കാരണം അധ്യായവും വാക്യവും ഒരേ നമ്പറിലാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. ഇങ്ങനെ കുറേ വചനങ്ങൾ അന്നത്തെ ഞാൻ പഠിച്ച ഓർമ്മയിലുണ്ട്. അപ്പോൾ വചനം പഠിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. ചെറുപ്പനാളിൽ അങ്ങനെ പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട്, അന്നത്തെ കാലഘട്ടത്തെ വികാരിച്ചന്മാരൊക്കെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട്, അത് ഞാനൊരു വികാരിച്ചനായി വന്നപ്പോൾ ഇപ്രകാരം എൻ്റെ ഇടവയിലെ ആളുകളെയും
ഒന്ന് പ്രചോദിപ്പിക്കാനായിട്ടുള്ള അവസരമായിട്ട് എൻ്റെ കുഞ്ഞു മനസ്സിൽ അന്നുണ്ടായ ആ ഒരു പ്രോത്സാഹനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പം വചനം പഠിക്കാനുള്ള ട്രിക്ക് കൂടി അച്ഛൻ പറഞ്ഞു. അതുപോലെ 1-1-7-7 അങ്ങനെയൊക്കെ അത് ശരിക്കും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക നല്ലൊരു ഇതാണ്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോട് ഓർക്കുകയാണ്. ശരിക്കും നമ്മുടെ ഇടവകയിലൊക്കെ ഇങ്ങനെയൊരു സംരംഭം ഉണ്ടായിരുന്നെങ്കിൽ, കാരണം ഇന്ന് വചനത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ഇന്ന് വിശ്വാസം ത്യജിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വചനത്തോടുള്ള അജ്ഞതയാണ്. സ്നേഹമുള്ളവരെ, വചനം പഠിക്കുവാനും വചനത്തോട് കൂടെ ആയിരിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും നമുക്കിടയാകട്ടെ. അതിന് എല്ലാവർക്കും പ്രചോദനം നൽകുന്ന ഒരു സംസാരമാണ് അച്ഛൻ്റെ ജീവിതാനുഭവത്തിൽ നമുക്ക് കേൾക്കുവാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് അനുകരിക്കാം, അനുവർത്തിക്കാം, ജീവിതത്തിൽ വിജയം നേടാം. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ അടിപതറാതെ മുന്നോട്ട് നീങ്ങുവാൻ വചനം നമുക്ക് ശക്തിയാണ്, കോട്ടയാണ്, അനുഗ്രഹവുമാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.